നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിന്നിവിടെ പഠിക്കുന്നത് ഭാരതീയ സാക്ഷ്യ അധിനിയം 2023. അതല്ല എങ്കിൽ നമുക്ക് ഏറ്റവും സുപരിചിതമായ പേര് എന്ന് പറയുന്നത് എന്തായിരിക്കാം? ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 ആണ്. അതിനെക്കുറിച്ചാണ് നമ്മളിന്നിവിടെ നോക്കുന്നത്. അതിൽ പറഞ്ഞിട്ടുള്ള സെക്ഷൻസ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് സെക്ഷൻ 32, അതല്ല എങ്കിൽ ഭാരതീയ സാക്ഷ്യ അധിനിയം സെക്ഷൻ 26 ആണ് നോക്കുന്നത്. സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സെഗ്മെൻ്റാണ് ഭാരതീയ സാക്ഷ്യ അധിനിയം അഥവാ ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ന് പറയുന്ന മേഖല. അതുകൊണ്ട് തന്നെ ആ മേഖലയിലുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരാമർശിച്ച കാര്യങ്ങൾക്ക് പുറമെ അധികമായിട്ട് പഠിക്കേണ്ടുന്നൊരു മേഖലയാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് സെക്ഷൻ 32, ഭാരതീയ സാക്ഷ്യ അധിനിയം 26 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രതിപാദിക്കുന്ന കാര്യം എന്ത് എന്ന് ചോദിച്ചാൽ, കേസസ് ഇൻ വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റെലവൻറ്റ് ഫാക്ട് ബൈ പേഴ്സൺ ഹു ഈസ് ഡെഡ് ഓർ കാനോട്ട് ബി ഫൗണ്ട്. അതാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. അതായത് കേസസ് ഇൻ വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റെലവൻറ്റ് ഫാക്ട് ബൈ പേഴ്സൺ ഹു ഈസ് ഡെഡ് ഓർ കാനോട്ട് ബി ഫൗണ്ട്, അഥവാ മരണപ്പെട്ടതോ കണ്ടെത്തുവാൻ സാധിക്കാത്തതോ ആയ ആളുകൾ, അവർ രേഖാമൂലമോ വാക്കാലോ നൽകിയ ചില കാര്യങ്ങളുണ്ടാവും. അതിൻ്റെ പ്രസക്തിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് അതൊരു എവിഡൻസ് ആണ്, അതൊരു തെളിവാണ്. പക്ഷേ ആ എവിഡൻസ് തെളിവ് നൽകിയിരിക്കുന്ന വ്യക്തി ഇന്ന് ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് തന്നെ അവർ നൽകിയിരിക്കുന്ന കാര്യങ്ങൾ, അവർ രേഖാമൂലമോ വാക്കാലോ നൽകിയിരിക്കുന്ന കാര്യങ്ങളെ തെളിവായി സ്വീകരിക്കുവാൻ സാധിക്കുമെന്ന് അടിവരയിട്ട് പറയുന്ന സെഗ്മെൻ്റാണ് അല്ലെങ്കിൽ സെക്ഷനാണ് സെക്ഷൻ 32. ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷൻ 32 ഭാരതീയ സാക്ഷ്യ അധിനിയത്തിലെ സെക്ഷൻ 26 എന്ന് പറയുന്നത്. അപ്പോൾ കേട്ട് കേൾവി എന്ന് പറയുന്നത് അധികം ആരും എടുക്കാത്ത കാര്യമാണെങ്കിലും ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ കേട്ട് കേൾവിയും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, എടുക്കാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ കേട്ട് കേൾവി സ്വീകാര്യമാവുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാം എന്ന് നമുക്കൊന്ന് നോക്കാം. അതിലൊന്നാമത്തെ സന്ദർഭം എന്ന് പറയുന്നത് എന്താണ്? സെക്ഷൻ 32(1) സബ്ക്ലോസ് അല്ലേ, സെക്ഷൻ 32 സബ്ക്ലോസ് 1 ഏത് പ്രകാരം? ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം. ഇനി ഭാരതീയ സാക്ഷി അധിനിയം പ്രകാരമാണെങ്കിലോ 26 സബ്ക്ലോസ് 1 എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിൽ പറയുന്ന മരണമൊഴി അഥവാ ഡയിങ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡയിങ് ഡിക്ലറേഷൻ അല്ലെങ്കിൽ മരണമൊഴി എന്ന് പറയുന്നത്, ഒരു വ്യക്തി മരിക്കാൻ കിടക്കുകയാണ്. മരിക്കാൻ കിടക്കുന്ന സമയത്ത് ആ മരണാസന്നനാവുന്ന വ്യക്തിക്ക് സ്വബോധം ഉണ്ടാവണം, അദ്ദേഹത്തിന് മൊഴി കൊടുക്കുവാൻ പര്യാപ്തമായ ഒരു ബോധമുണ്ടാവണം അല്ലെങ്കിൽ പ്രാപ്തി ഉണ്ടാവണം. ആ കൊടുക്കുന്ന മൊഴികൾ പൂർണ്ണമായിരിക്കണം, അത് ചോദ്യ ഉത്തര രൂപത്തിലുള്ള മൊഴിയുമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിനെ മരണമൊഴിയായിട്ട് അല്ലെങ്കിൽ ഡയിങ് ഡിക്ലറേഷനായിട്ട് കണക്കാക്കുകയുള്ളൂ. അതേപോലെ തന്നെ ആത്മഹത്യാക്കുറിപ്പ്, അതും എന്ത് തന്നെയായിട്ട് എടുക്കും? ഈ പറയുന്ന ഒരു എവിഡൻസ് ആയിട്ട് എടുക്കും. പക്ഷെ അത് കൊടുത്തു കഴിഞ്ഞാൽ ആൾ പിന്നെ ജീവിച്ചിരിപ്പില്ല അല്ലേ. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ എന്താണ് എടുക്കുന്നത്? മരിക്കുന്നതിന് മുൻപ് ഒരു വ്യക്തി കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റോ പ്രസ്താവനയോ തെളിവ് എന്ന രീതിയിൽ എടുക്കുന്നതാണ് ഒന്നാമത്തെ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യം നോക്കാം. രണ്ടാമത്തെ കാര്യം വെച്ചാൽ എന്തായിരിക്കും? എവിഡൻസ് ആയിട്ട് എടുക്കുന്ന ഏതാണ്? ബിസിനസ് പരമായ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ. അതായത് ഇപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ഒരു വ്യക്തിയുടെ ജനന തീയതി എടുത്തു. ഡോക്ടറുടെ സർട്ടിഫിക്കറ്റിൽ ജനന തീയതിയുണ്ട്. അതെന്താണ്? ഡോക്ടർ കൊടുത്തതാണ്, പക്ഷേ കൊടുത്ത് ഡോക്ടർ ജീവിച്ചിരിപ്പില്ല. പക്ഷേ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉള്ളതുകൊണ്ട് അത് കറക്റ്റായിട്ട് വരും. ഇനി അതേപോലെ തന്നെ ഏതെങ്കിലും പണയപ്പണ്ടമോ അല്ലെങ്കിൽ ബിസിനസ്സുകാരുടെ ഇടപെടലുകളോ പണം കൊടുക്കാനുള്ളതോ വാങ്ങാനുള്ളതോ ആയിട്ടുള്ള രേഖകൾ ഏതെങ്കിലും കുറിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ആ കുറിച്ചു വെച്ചിരിക്കുന്ന ആൾ ജീവനോടുകൂടി ഇല്ലെങ്കിലും ആ കുറിച്ചു വെച്ചത് എന്താണ്? വാലിഡാണ് എന്ന് പറയുന്നതാണ് രണ്ടാമത്തേത്. അപ്പോൾ ബിസിനസ് പരമായ കാര്യങ്ങൾക്കാവുമ്പോൾ അതും എടുക്കാം എന്ന് പറയുന്നതാണ് സെക്ഷൻ 32 സബ്ക്ലോസ് 2. ഭാരതീയ സാക്ഷി അധിനിയത്തിലാണെന്നുണ്ടെങ്കിലോ സെക്ഷൻ 26 സബ്ക്ലോസ് 2 എന്ന് പറയാം. ഇനി മൂന്നാമത്തെ ഒരു കേസ് വരുന്നുണ്ട്. മൂന്നാമത്തെ കേസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? ഒരു പ്രസ്താവന നൽകുമ്പോൾ അല്ലേ, അത് നൽകുന്ന ആളുടെ താല്പര്യത്തിന് എതിരായിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു പ്രസ്താവന നൽകുന്നു. ആ പ്രസ്താവന എന്ന് പറയുന്നത് അത് നൽകുന്ന ആളുടെ താല്പര്യത്തിന് എതിരാണ് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ നോക്കിയാൽ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ഭൂമി പാട്ടത്തിന് കൊടുത്തു. പാട്ടത്തിന് ഭൂമി കിട്ടിയ ആൾ കൈകാര്യം ചെയ്തിട്ടിരിക്കാൻ നേരത്ത് പാട്ടം കൊടുത്തയാൾ മരണപ്പെടുകയാണ്. അപ്പോൾ പാട്ടത്തിന് കൈവശം വെച്ചയാൾ അത് അയാളുടെ ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലായിരിക്കും മറ്റേയാൾ നൽകിയ രേഖ അല്ലെങ്കിൽ എവിഡൻസ് ഒന്നും പുറം ലോകം കാണുന്നത്. അപ്പോൾ എന്തായി? ഈ രണ്ടാമത്തെ വ്യക്തി നുണ പറഞ്ഞതായിട്ട് വന്നില്ലേ? അപ്പോൾ അയാളുടെ താല്പര്യത്തിനെതിരായിട്ട് മറ്റൊരു രേഖ വരുമ്പോൾ ആ രേഖ ആധികാരികമാണെങ്കിൽ അത് സ്വീകരിക്കും. അതുകൊണ്ട് എ എന്ന വ്യക്തിക്ക് ബി എന്ന് പറയുന്ന വ്യക്തി ഭൂമി പാട്ടം കൊടുക്കുമ്പോൾ ആ പാട്ടം എന്ന് പറയുന്നത് പാട്ടമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു രേഖ വന്നു കഴിഞ്ഞാൽ ബിയുടെ വസ്തു ഒറിജിനൽ വസ്തു അല്ല, അത് പാട്ടഭൂമിയാണ് എന്ന് തെളിയിക്കപ്പെടുന്ന ഒരു രേഖയായിട്ട് അത് മാറുകയാണ്. ഇനി വീണ്ടും നമ്മൾ നോക്കിയാലോ, അടുത്ത നാലാമത്തെ അതിലേക്ക് തുടർന്നു കഴിഞ്ഞാൽ സെക്ഷൻ 32 സബ്ക്ലോസ് 4, അതല്ലെങ്കിൽ ഭാരതീയ സാക്ഷി അധിനിയത്തിലെ സെക്ഷൻ 26 സബ്ക്ലോസ് 4 നമുക്ക് നോക്കാം. അതിൽ പൊതു അവകാശം അല്ലേ, ആചാരം,
സമാന താല്പര്യമുള്ള സംഗതികൾ എന്നിവയെ സംബന്ധിച്ചൊക്കെ ഒരു അഭിപ്രായം ആവുമ്പോൾ, അല്ലെ, പൊതുജന അഭിപ്രായമൊക്കെ രൂപപ്പെടുത്തേണ്ടുന്ന സാഹചര്യമൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന ചില വ്യക്തികളുടെ മൊഴികൾ, അവരുടെ രേഖകൾ, അവരുടെ മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ തെളിവായിട്ടെടുക്കും. അതായത് ഒരു റോഡ് എന്ന് പറയുന്നത് ഒരു സ്വകാര്യ വഴിയാണോ പൊതുവഴിയാണോ എന്നൊക്കെ തർക്കം വന്നു കഴിഞ്ഞാൽ, റോഡ് അത് പൊതു തോടായിരുന്നോ, ആ തോട് നികത്തിയാണോ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്, അത് സ്വകാര്യ ഭൂമിയിലാണോ അല്ലയോ എന്നൊക്കെ അവിടെ വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഏതെങ്കിലും ഒരു വ്യക്തി തെളിയിക്കുന്ന രീതിയിൽ നൽകണം. ഏകദേശം ഒരു ഗ്രാമത്തലവനെ പോലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ കാരണവരെ പോലെയുള്ള ആൾക്കാർ അവരുടെ ഏതെങ്കിലുമൊക്കെ രേഖകളിലോ മറ്റുമൊക്കെ അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും, ആ പൊതു അവകാശമായിട്ടും ആചാരമായിട്ടും ഒക്കെ മാറ്റപ്പെടുന്ന ഒന്നായിട്ട് നമുക്ക് കണക്കാക്കപ്പെടും കേട്ടോ. ഇനി അതേപോലെ നമ്മൾ നോക്കിയാൽ അഞ്ചാമത്തേത്, അതായത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷൻ 32 സബ്ക്ലോസ് 5 ആണ് നമ്മൾ പറയുന്നത്. ഭാരതീയ സാക്ഷി അധിനിയമത്തിലെ സെക്ഷൻ 26 സബ്ക്ലോസ് 5 ആണ് നമ്മൾ പറയുന്നത് ഇതാണ്: ബന്ധങ്ങളുടെ അസ്തിത്വം സംബന്ധിച്ചാവുമ്പോൾ, അല്ലെ, ബന്ധങ്ങളുടെ അസ്തിത്വം സംബന്ധിച്ചാവുമ്പോൾ, അതായത് ഇപ്പോൾ ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒന്നിലധികമോ കുടുംബത്തിൽ തർക്കമുണ്ടാവുകയാണ്, ആ പിതാവ് ആര് എന്നതിനെ സംബന്ധിച്ചൊരു തർക്കം വരികയാണ്. അപ്പോൾ എ പറയുകയാണ് എൻ്റെ മകനാണ് ബി എന്ന് എ പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനയ്ക്ക് എന്തുണ്ടോ, പ്രസക്തിയുണ്ട്. അതല്ലെന്നുണ്ടെങ്കിലും സംഭവിക്കും, അത് കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ബന്ധങ്ങളുടെ അസ്തിത്വം സംബന്ധിച്ചാവുമ്പോൾ എയുടെ പിതാവ് ബി ആയിരിക്കണം എന്ന വിഷയത്തെ സംബന്ധിച്ച് ബി എന്ന് പറയുന്നയാളൊരു പ്രസ്താവന നടത്തുകയാണെന്നുണ്ടെങ്കിൽ എയെ സംബന്ധിച്ചുള്ള സംശയം അവിടെ തീരുകയാണ്. അതേപോലെയാണ് നമ്മൾ ഈ പറയുന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ട് നമ്മൾ എടുക്കുന്നത്. ഇനി അടുത്ത 6, ആറാമത്തേത് നോക്കിയാലോ, ഭാരതീയ സാക്ഷി അധിനിയമത്തിലെ സെക്ഷൻ 26 സബ്ക്ലോസ് 6, അതേപോലെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷൻ 32 സബ്ക്ലോസ് 6 നമ്മൾ നോക്കിയാൽ വിൽപത്രത്തിലോ അല്ലെങ്കിൽ കുടുംബകാര്യങ്ങൾ സംബന്ധിക്കുന്ന ആധാരത്തിലോ ചെയ്തു വെച്ച ഒന്ന് ആണെങ്കിൽ, അതായത് നമ്മുടെ കുടുംബത്തിൻ്റെ ചരിത്രം, വംശാവലി, ഇന്നയാളുടെ മകൻ, ഇന്നയാളുടെ മകൾ, അല്ലെങ്കിൽ ഒരു 4 തലമുറയ്ക്ക് മുമ്പുള്ള പേരുകളൊക്കെ പറയുമ്പോൾ ആ വംശാവലി പരമ്പരയിൽപ്പെട്ട ആളുകളാണ് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് ഇത്തരത്തിലുള്ള വിൽപത്രങ്ങൾ നമ്മളെ സഹായിക്കാറുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത് നോക്കി കഴിഞ്ഞാൽ എന്തായിരിക്കാം, ഭാരതീയ സാക്ഷി അധിനിയമം സബ്ക്ലോസ് 26 സബ്ക്ലോസ് 8, ഇന്ത്യൻ എവിഡൻസ് ആക്ട് സെക്ഷൻ 32 സബ്ക്ലോസ് 8 നോക്കിയാൽ പല വ്യക്തികളാൽ പ്രകടിപ്പിക്കപ്പെടുന്നതും അല്ലെങ്കിൽ പ്രശ്ന വിഷയത്തിൽ പ്രസക്തമായ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതുമാകുമ്പോൾ, അതായത് ഇപ്പോൾ ഒരു കടയുടെ മൂലയിൽ ഒരു പരസ്യ ബോർഡ് വെച്ചിരിക്കുകയാണ്. ആ പരസ്യ ബോർഡിൽ ഒരു ഹാസ്യാത്മകമായ പരസ്യമാണുള്ളത്. ആ പരസ്യം കാണുമ്പോൾ ഒരു വ്യക്തിക്ക് തോന്നുകയാണ് അത് അയാളെ അധിക്ഷേപിക്കുവാൻ വേണ്ടി വെച്ചിരിക്കുന്ന പരസ്യമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അതിനെതിരെ പരാതി കൊടുക്കുന്നത് പോലെയിരിക്കും ഈ പറയുന്ന സെക്ഷൻ 8 എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഭാരതീയ സാക്ഷി അധിനിയമം എന്ന് പറയുന്ന ഇന്ത്യൻ എവിഡൻസ് ആക്ടിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. ഭാരതീയ സാക്ഷി അധിനിയമം 2023 വന്നത് എങ്കിലും അതിന് മുൻപ് തന്നെ ഇവിടെ നിലവിലുള്ള ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 മുതൽക്ക് നിലവിലുള്ളതാണ്. അതിൽ പ്രതിപാദിക്കുന്ന ചില പ്രത്യേക വകുപ്പുകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദീകരണങ്ങളും മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്നത്. സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഓൾ ദ ബെസ്റ്റ്.